അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ സാധാ സ്പോഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജഫോറി ടിപ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് നമ്മളെല്ലാവരും ഈ ഒരു മഴക്കാല സമയമായപ്പോഴേക്കും നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സാധാ ബോൾസം പ്ലാന്റ് ഒക്കെ നമ്മളിപ്പോൾ ഒരു പിടിപ്പിച്ചെടുക്കുന്ന ഒരു ടൈമാണല്ലേ. അപ്പോൾ ഒത്തിരി പേർക്ക് ഈ ഒരു ചെടീനെ നമുക്ക് നല്ല എളുപ്പത്തിൽ എങ്ങനെ വേര് വരുത്താമെന്ന് അറിയാത്തവരുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം, പുതിയ ഫോളോവേഴ്സ് ആയിട്ട് വരുന്നവർക്ക് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊന്നും അറിയത്തുണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ അങ്ങ് ചെയ്യാം അല്ലെ. അപ്പൊ ഞാനൊരു 3 രീതിയിൽ നമ്മുടെ ചെടികളിൽ വേര് പിടിപ്പിക്കുന്നത് കാണിക്കുന്നുണ്ട്. അത്രയ്ക്കും എന്താ പറയാ, നമുക്ക് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഭയങ്കര ഉപകാരപ്രദമാകും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇപ്പം നമ്മുടെ കയ്യിലുണ്ടല്ലോ ഈ കാണുന്ന ചെടികളെല്ലാം നമുക്ക് സെയിലിനുള്ള ചെടികളാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സും നല്ല ബുഷിയായി നല്ല ഹെൽത്തിയായ പ്ലാന്റാണ്. കണ്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ നമ്മളോട് ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഇതേപോലത്തെ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ചെടിയിൽ നമുക്ക് കുറേ കട്ടിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാന്റൊക്കെ വാങ്ങിക്കഴിയുമ്പം ഇതുപോലെ കൂടുതൽ കട്ടിങ്സ് ഉള്ള ചെടികളിൽ നിന്നും അത് ഏതെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ നല്ല ചെടികൾ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു പ്ലാന്റിനെ ഉണ്ടല്ലോ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ചെടി വാങ്ങുന്നവർ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത് നമ്മൾ നട്ടു കൊടുക്കുമ്പം ഇതിന് വേര് പിടിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ അതെല്ലാവർക്കും ഉപകാരമാകും. അപ്പോൾ ഇങ്ങനെ മഴക്കാലത്തും ഉണ്ടല്ലോ നമ്മുടെ ചെടിയിൽ ഇത്ര ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന വേറെ ഒരു ചെടിയും ഇല്ല കേട്ടോ. അതായത് വേറെ ചെടി ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ കമന്റ് ഇടണം കേട്ടോ, വേറെ ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണ് ഇതുപോലെ നിറഞ്ഞു പൂക്കൾ തരുന്നതെന്ന്. അപ്പം നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു കട്ടിങ്സ് എടുക്കാം അല്ലേ, നമ്മുടെ ചെടി നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട്. കേട്ടോ, ഇങ്ങനെ നമ്മളൊരു 3 കട്ടിങ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോൾസം പ്ലാന്റിൽ വേര് പിടിക്കുന്നില്ല എന്ന് ആരും പറയരുത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഐറ്റംസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാം അല്ലേ. അപ്പൊ നമ്മുടെ ചെടി നമ്മൾ ഫസ്റ്റ് നടാൻ എടുത്തേക്കണത് എന്താണെന്നറിയാമോ? ആദ്യത്തെ ടിപ്പാണ് ഇത്. നമ്മുടെ സാധാ മണലാണ് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ പുഴ മണല്. അപ്പൊ ഞാൻ നമ്മുടെ കൂടുതൽ ചെടികളും നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് ഇതുപോലെ മണലിലാണ് കേട്ടോ. അപ്പൊ മണൽ കിട്ടാനുള്ളവര് മണലെടുക്കുക. ഇനി അല്ലാത്തവർക്ക് നമ്മുടെ എംസാൻഡിലൊക്കെ നട്ടു കൊടുത്താലും പിടിച്ചു കിട്ടും കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മുടെ ചെടീനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് നട്ടു കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഷെയ്ഡിൽ വെച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ മണലിൽ നടുന്നതിന്റെ മെയിനായ ഒരു ഉദ്ദേശം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഈ മണ്ണിൽ നടുമ്പം നമ്മൾ കൂടുതൽ ഇങ്ങനെ നനച്ചൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെടി അഴുകി പോകും കേട്ടോ. അപ്പൊ ഈ മണലിൽ നമ്മൾ എന്തോരം വെള്ളം ഒഴിച്ചാലും നമ്മുടെ ചെടികൾക്ക് യാതൊരു കംപ്ലൈന്റും പറ്റൂല. ആ വെള്ളം അതുപോലെ അങ്ങ് വാർന്നു പോയിട്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് നമ്മുടെ ചെടികളിൽ നിറച്ച് റൂട്ട് വരും കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് ടിപ്പ്. അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. അപ്പം ഇതെന്താ സംഭവം എന്ന് അറിയാം. ഇത് നമ്മൾ തേങ്ങയൊക്കെ പൊതിക്കുന്ന ആ ഒരു ചകിരി ഉണ്ടല്ലോ. അപ്പൊ ഇതുപോലെ നമ്മളിങ്ങനെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിച്ചേക്കണേ നമ്മുടെ ചെടി ഉണ്ടല്ലോ, നമ്മുടെ ഞാൻ ഇതുപോലത്തെ 2 കമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ നമ്മുടെ ഈ ഒരു ചകിരീൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ നല്ലോണം ഇങ്ങനെ അങ്ങോട്ട് പൊതിഞ്ഞു കൊടുക്കും. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി മണൽ കിട്ടാനില്ലാത്തവർക്കും മണ്ണ് കിട്ടാനില്ലാത്തവർക്കും ഒക്കെ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്സാണ്. ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നല്ലൊരു റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങോട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മളിത് എവിടെയെങ്കിലും ഒരു പോട്ടിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ നനച്ചു കൊടുത്താൽ മതി. ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഈ ഒരു ചെടീൻ്റെ ഉള്ളിൽ കൂടെ നിറച്ചിങ്ങനെ വേര് വരും കേട്ടോ. അപ്പം ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാധാ സ്പോഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെടികൾ വേര് പിടിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ചെറിയൊരു കുഴി പോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്പോഞ്ചിൽ നമുക്ക് കുറേ ചെടികളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു കുഴി പോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിച്ചേക്കണ ചെടി നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ടൈറ്റിൽ നിൽക്കണം കേട്ടോ. ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ചെടീന് ഇവിടെ ഇതുപോലെ തന്നെ നട്ടു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു സ്പോഞ്ചിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും കുറേ ചെടീനെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ സ്പോഞ്ച് നമ്മൾ നല്ലോണം അങ്ങ് നനച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്പോഞ്ചിലായതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം അവിടെ അങ്ങോട്ട് അങ്ങനെ നിന്നോളും, എന്നും നനവ് നിലനിർത്തും കേട്ടോ. അപ്പോൾ ഈ ചെടിയിലും നമുക്ക് പെട്ടെന്ന് തന്നെ വേരുകൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 3 ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ
കാണിച്ചു തന്നിട്ടുള്ളത്. ഇതാ. അപ്പോൾ ഇനി നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഏത് തരത്തിലുള്ള ബോൾസം പ്ലാന്റും നമുക്കിനി വേര് പിടിച്ച് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം. അപ്പം ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഉണ്ടല്ലോ, ഇതിലിനി വേര് വന്നേക്കണേ ആ ഒരു കറക്റ്റ് അപ്ഡേഷൻ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാതെ. അപ്പോൾ ഇനി എല്ലാവരും നമ്മുടെ ബോൾസം പ്ലാന്റ് ഒക്കെ നട്ടുപിടിപ്പിക്കൂലേ. അപ്പോൾ ഈ പ്ലാന്റുകൾ വാങ്ങുന്നവരും അല്ലെങ്കിൽ നിലവിൽ വീട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തന്നെ ഇത് പിടിച്ച് കിട്ടുന്നില്ല എന്നൊരു ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങുന്നവരും ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് 3 രീതിയിൽ നമ്മൾ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് റൂട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും നമ്മൾ ഈ കാണിച്ചു തന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്ന്. അപ്പം നമ്മുടെ ബോൾസം പ്ലാന്റ് ഉള്ളല്ലോ, നമ്മുടെ കയ്യിലുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആവശ്യമുള്ളവർക്ക്, അതായത് അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ഞാനിങ്ങനെ ഹാങ് ചെയ്തിടുന്നൊരു വീഡിയോസ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡാലിയയിൽ നമുക്കിതാ ഫ്ലവർ വിരിഞ്ഞേക്കണതാണ്. ഓക്കെ, എന്ത് ഭംഗിയാണ് കാണാനെന്ന്. ബാക്കി എല്ലാത്തിലും ഇങ്ങനെ മുട്ടക്കായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പിടിപ്പിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പല രീതിയിലും ചെയ്ത് നോക്കിയിട്ടും അവർക്കൊന്നും സക്സസ് ആവുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ പിടിപ്പിക്കും കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് പിടിച്ച് കിട്ടി കുറേ പൂക്കളാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇന്ന നാട്ടിൽ നിന്നില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും പിടിപ്പിക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.